നോമ്പ് കഞ്ഞി കുടിക്കാത്താരുണ്ട്? ഞാൻ ട്രിവാൻഡ്രത്ത് മണക്കാട് എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഹിന്ദുക്കളുള്ളൂ, ബാക്കി ഫുള്ളായിട്ട് മുസ്ലിംസാണ്. അപ്പോൾ നമ്മൾ അത്രയും വലിയൊരു കൂട്ടായ്മയാണ് അവിടെ ഉള്ളത്. കാരണം എല്ലാവരും പരസ്പരം ഭയങ്കര സപ്പോർട്ടാണ്. അവർ എന്തുണ്ടെങ്കിലും എന്തിനും നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ട് എന്തിനും സപ്പോർട്ട് ചെയ്യും. അവിടെ ഏതൊരു ഇപ്പോൾ ഒരു കോവിലിൻ്റെ ഉത്സവമായിരുന്നാലും പള്ളിയുടെ ഇതായിരുന്നാലും ഏതിൻ്റെ ആയിരുന്നാലും ഇവിടെ ആ പരിസരത്തുള്ള എല്ലാവരുടെ സപ്പോർട്ടാണ് അവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ എന്നെയൊക്കെ അറിയാവുന്ന ആൾക്കാരെല്ലാം അവിടുന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. കഞ്ഞി ഈ നോമ്പ് കാലത്തൊക്കെ കഞ്ഞിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നോമ്പ് കാലത്തുള്ള കഞ്ഞി കുടിക്കുക, അതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒന്നും കഴിക്കണ്ട, നമ്മുടെ ശരീരമൊക്കെ നല്ല ഒന്ന് വേർത്ത് നല്ലൊരു സുഖം നോമ്പ് കഞ്ഞി കുടിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും മുസ്ലിംസുണ്ട്, സജീർ, അഷ്റഫ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യും, ഈ കഞ്ഞി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റോട്ടിലിരുന്നായിരിക്കും ചെറിയൊരു പൗഡറിലോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. ഞാൻ 2-3 ഗ്ലാസ്സൊക്കെ വെച്ച് കുടിക്കും. ചില സമയത്ത് ഞാൻ ബക്കറ്റ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഞ്ഞി വാങ്ങിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന പായസം ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് എല്ലാവരും ഈ കുടിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിംസിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അറിയാം. അതുപോലെയാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന സൂപ്പായാലും കൂടെ ഇതെല്ലാം ഇടുമ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് നോമ്പ് കഞ്ഞി കുടിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം കിട്ടും. അത് നോമ്പ് കഞ്ഞിയാണെന്നല്ല പറയുന്നത്, നോമ്പ് കഞ്ഞിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. നോമ്പ് കഞ്ഞി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിലായിരുന്നു അവർക്കൊരു നോമ്പിൻ്റെ കഞ്ഞി എന്ന് പറയുന്നത് അവർക്കൊരു മരുന്നാണ്. ആ മരുന്ന് ആ നോമ്പ് കഞ്ഞിയുടെ ആ മരുന്ന് കഴിക്കുമ്പോൾ അവരെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും മാറുമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് അത്. അവരുടെ ശരീരത്തിൽ നല്ലൊരു എനർജി കൊടുക്കും. ഞാനത് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഒന്ന് ഒരു പോസിറ്റീവ് എനർജി. ഞാനിവിടെ ചെന്നൈയിലായാലും കൂടെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മുസ്ലിംസ് ഉണ്ട്. അവരൊന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞ് കുടിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ എന്നെയും വിളിക്കും, വിളിച്ച് അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ഒത്തിരുന്ന് നോമ്പ് മുറിച്ച് നോമ്പ് കഞ്ഞി കുടിക്കുന്ന ആ ഒരു സന്തോഷം ചാൻസ് ഇല്ല. അതറിഞ്ഞവർക്ക് ആ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, വീട്ടിൽ ഇതേപോലെ കഞ്ഞികളൊക്കെ കുടിക്കുക. നോമ്പ് കഞ്ഞി കിട്ടിക്കഴിഞ്ഞാൽ കളയരുത്, ഒരിക്കലും കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കത്തില്ല എന്ന് പറയരുത്. അത് വാങ്ങിച്ച് കഴിച്ചു നോക്കുക, അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാവും, എത്രത്തോളം നമുക്ക് ശരീരത്തിൽ ഒരു എനർജി കിട്ടുന്നതാണ്. അതുപോലെയാണ് ഇതും ചെറുതായിട്ടൊക്കെ നമ്മളിത് ചെറിയൊരു കഞ്ഞി എന്ന് തന്നെ പറയാം. അപ്പോൾ ചെറിയൊരു സൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ടേസ്റ്റിൻ്റെ അത് വലിയൊരു കൂട്ടായ ഒരു ടേസ്റ്റാണ് നോമ്പ് കഞ്ഞി. അതേപോലെ തന്നെ കർക്കിടക കഞ്ഞി എന്ന് മരുന്ന് കഞ്ഞി എന്നും പറയും. അതിലും ഇതേപോലത്തെ ഒരു കൂട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുക, മുതിർന്നവർ കൊടുക്കുക, അമ്മമാർ. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പഴയകാല അമ്മമ്മമാർക്ക് ഈ ഇതിൻ്റെ കർക്കിടക കഞ്ഞിയെക്കുറിച്ചുള്ള കൂട്ടറിയാം, നല്ല കഞ്ഞിയാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ നോമ്പ് കഞ്ഞിയുടെ കൂട്ടറിയാം. നമ്മളെക്കാട്ടി ഒത്തിരി അവർക്കൊന്ന് ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് തുടരുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ജിമ്മിൽ പോകണമെന്നല്ല പറയുന്നത്. ഫുൾ ടൈം ജിമ്മിൽ പോയിട്ട് മൾട്ടി ആയിട്ട് നിൽക്കണമല്ല. കഴിക്കുന്ന ഫുഡ് നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഏതൊരു ജിമ്മിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരം നിങ്ങൾ തന്നെ സൂക്ഷിക്കാൻ പറ്റും, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇതെൻ്റെ ഒരു ചെറിയ ടിപ്പൊന്നുമല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ഞാൻ അനുഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എൻ്റെ നല്ല നല്ല സുഹൃത്തുക്കളും ചേട്ടന്മാരും അമ്മമാരും ഇപ്പോൾ പുതിയതായിട്ടാണ് ചാനൽ കാണുന്നവരാണെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക. ഞാൻ അതിൻ്റേതായ രീതിയിൽ എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡിൻ്റെ മെനൂസ് എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും കുടുംബത്തിന് ചെയ്യുന്നു. ജോഷി, ബൈ ബൈ.